ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ സ്കൂളിലൊരു ചരിത്രമുണ്ട്. അപ്പുറത്തൊരു പള്ളിക്കൂടമുണ്ട്, ഇപ്പുറത്തൊരു പള്ളിക്കൂടം. അപ്പുറത്ത് പ്രൈമറി സ്കൂൾ, ഇതിപ്പോൾ അപ്പർ പ്രൈമറി സ്കൂൾ. പഞ്ചമി പഠിച്ച പെൺപള്ളിക്കൂടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പള്ളിക്കൂടത്തിലാണ് പഞ്ചമി പെണ്ണിനെയും കൊണ്ട് മഹാത്മാ അയ്യങ്കാളി വരുന്നത്. അന്ന് പഞ്ചമിക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിച്ചു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. കണ്ടല എന്ന സ്ഥലം, കണ്ടല എന്നത് തൊട്ടപ്പുറത്താണ്. കണ്ടല സമരഭൂമിക കൂടിയാണ് ഇവിടെ. ഞങ്ങളുടെ കുട്ടികളെ ഈ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ നിങ്ങൾ അവസരം നിഷേധിച്ചാൽ നിങ്ങളുടെ പാടത്ത് ഞങ്ങൾ ഇറങ്ങില്ല. പാടത്ത് പിന്നെ വിളവുണ്ടാവില്ല, കള മാത്രമേ മുട്ടിപ്പുല്ലേ കുരുക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനം നടന്ന സമരഭൂമിക കൂടിയാണ് ഇവിടെ. ഈ പള്ളിക്കൂടം 2016 അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി ഇവിടെ വന്നാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് ഈ പള്ളിക്കൂടത്തിനെ മഹാത്മാ അയ്യങ്കാളി പഞ്ചമി സ്മാരക സർക്കാർ സ്കൂളെന്ന് പ്രഖ്യാപിച്ചു. ഇത് ഇപ്പോൾ വലിയ ഒരു കെട്ടിടമായി മാറിയിട്ടുണ്ട്. വലിയ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് വരെ വേണ്ട തരത്തിലേക്ക് പള്ളിക്കൂടത്തിൻ്റെ മികവും കുട്ടികളുടെ എണ്ണം കൂടി. SMC ചെയർമാൻ അൽകുമാർ സാർ ഇവിടെ ഉണ്ട്, സ്കൂളിലെ ജോസ് സാർ ഇവിടെ ഉണ്ട്. ഈ അവധി ദിനത്തിലും അവർ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട് എന്നതും ഏറെ സന്തോഷം ഉണ്ടാകും. പഞ്ചമി അന്ന് പഠിക്കാൻ വന്ന പള്ളിക്കൂടം കത്തിക്കുകയാണ് ചെയ്തത്. അതൊരു ചരിത്രമാണല്ലോ. അതിന്റെ തുടർച്ചയിലാണ് കൊണ്ട് പഞ്ചമി പെണ്ണിനെ കൊണ്ടുമ്പോൾ അന്നത്തെ ഒരു ബെഞ്ച് അതിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട്. ഈ സ്കൂളിലെ തന്നെ ഒരു അധ്യാപികയുടെ സഹായം, ദീപാന്നാർ അധ്യാപികയുടെ ഇതെല്ലാം ചെയ്തത് ഇത് നേമല കാട്ടാക്കട നിയോജക മണ്ഡലം IV സതീഷ് MLA ആണ്. ഇതിൻ്റെ പിന്നീടുള്ള ഫണ്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ MLA ആയിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അനുവദിച്ചതാണ്. DYP അവശേഷിച്ച ബെഞ്ച് ചരിത്രത്തിൻ്റെ ഭാഗം ഇരുന്ന് ഒടിച്ചാൽ ചരിത്രത്തെ നമ്മൾ ഒടിച്ചു കളയുന്നതായി മാറും. അത് വലിയ ഒരു ബാധകമായി മാറും. അതുകൊണ്ട് ആരും അതിലിനി ഒറ്റയ്ക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് വേണ്ട, അങ്ങനെ ഇരിക്കണ്ട. പക്ഷേ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മതി. ഇരിക്കരുത്, ഇരുന്നതായിട്ട് കാണിക്കണം. മതി മതി, എഴുന്നേറ്റോ ഇരുന്നു. അവിടെ ഫോട്ടോസ് വായിച്ചു നോക്ക്. ചാന്നാറില്ലങ്ങളാ അതിന് അന്നോട്ടെ പെണ്ണുങ്ങളൊക്കെ ബ്ലൗസ് ഇടുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും ബ്ലൗസ് ഇടാതെ ഞാൻ പറഞ്ഞത് ഇപ്പോഴും തൃശ്ശൂർ ചാന്നാറിലൊക്കെ 1810 അന്നോട്ട് അങ്ങനെ ബ്ലൗസ് ഇട്ട് തുടങ്ങി. 2022